മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കുറയുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ യാഥാർത്ഥ്യം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതായി മാറുകയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ബന്ധങ്ങളിൽ ഉയർന്ന പുതിയ സംഭവ വികാസങ്ങൾ ഈ പ്രദേശത്തെ അവസ്ഥ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാട് കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. സാധാരണയായി യുദ്ധാവസ്ഥയിൽ പ്രതീക്ഷിക്കുന്ന സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ്. എന്നാൽ ഇപ്പോൾ കാണുന്നത് കടുത്ത മുന്നറിയിപ്പുകളും ശക്തമായ സൈനിക സമീപനങ്ങളും തന്നെയാണ്. ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന നിലപാട് ഇതിനകം തന്നെ സങ്കീർണമായിരിക്കുന്ന സാഹചര്യത്തെ കൂടുതൽ കടുപ്പിക്കുന്നുവെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം ദൗത്യത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം പുറത്തുവന്നിരിക്കുകയാണ്. ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ കടുത്ത പരാമർശമുണ്ടായത്. നിലവിൽ അമേരിക്കൻ നാവികസേന നടത്തുന്ന നീക്കങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള US സൈനിക താവളങ്ങൾ അത്യാധുനിക ആയുധങ്ങളാൽ സജ്ജമാണെന്നും ആവശ്യമായി വന്നാൽ അവയെല്ലാം ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ദക്ഷിണ കൊറിയൻ ചരക്കു കപ്പലിനു നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ട്രംപ് ദക്ഷിണ കൊറിയയോടും ആവശ്യപ്പെട്ടു. ഇക്കാര്യം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പങ്കുവച്ചത്. കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര വ്യാപനം സുരക്ഷിതമാക്കുകയാണ് പ്രൊജക്ട് ഫ്രീഡം ദൗത്യത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരവധി കപ്പലുകൾക്ക് US സുരക്ഷാ സഹായം നൽകിയതായി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ അറിയിച്ചു. ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും അമേരിക്കൻ സേന ഫലപ്രദമായി പ്രതിരോധിച്ചതായും 6 ഇറാനിയൻ ബോട്ടുകളെ തകർത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഹോർമൂസിലെ പ്രതിസന്ധിക്ക് സൈനികമായ പരിഹാരമില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മറ്റൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ അമേരിക്ക ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ പ്രധാനമായ ചോദ്യം ഈ നീക്കങ്ങൾ സമാധാനത്തിലേക്കാണോ അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കാണോ നയിക്കുന്നത് എന്നതാണ്. കാരണം ശക്തമായ നടപടികൾക്ക് മറുപടിയായി ശക്തമായ പ്രതികരണങ്ങൾ വരുന്നത് യുദ്ധങ്ങളിൽ സാധാരണമാണ്. ഇറാനും അതിന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു അപകടകരമായ പ്രതികരണ ചക്രമായി മാറാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം ഹോർമൂസ് കടലിടുക്ക് പോലുള്ള പ്രധാന മേഖലകളിൽ സംഘർഷം ഉയരുന്നത് ആഗോളതലത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. എണ്ണവിലയും വ്യാപാരവും നേരിട്ട് ബാധിക്കപ്പെടുമ്പോൾ ഇതിന്റെ ആഘാതം ലോകരാജ്യങ്ങൾക്കൊക്കെയും അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഒരു പ്രധാന സത്യമാണ് യുദ്ധം തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷെ അത് നിയന്ത്രണത്തിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നത്. ഓരോ കടുത്ത നിലപാടും അടുത്ത ഘട്ടത്തെ കൂടുതൽ അപകടകരമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ലോകം ആശങ്കയോടെ നോക്കുന്നത് ഈ സമീപനം യുദ്ധം അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഭീകരമാക്കുമോ എന്നതിലേക്കാണ്.